ഗായ്സ്, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്ന് അതിരാവിലെ 7 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ഇതാണ് ഇന്നലത്തെ മോരുകറി ഉണ്ടായിരുന്നേ. അപ്പം മോരുകറി വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കുവാണ് രാവിലെ തന്നെ. അത് എന്നിട്ട് ആ കുക്കർ നമുക്ക് രാവിലത്തേക്കുള്ള ഗ്രീൻ പീസിന് വേണ്ടി വേണമേ. ഗ്രീൻ പീസ് കറിയും പിന്നെ നമ്മുടെ ചെമ്പ അരിയുടെ പുട്ടുപൊടി ഉണ്ടല്ലോ, അത് ഈയിടെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിന് പുട്ടും ഗ്രീൻ പീസ് കറിയും രാവിലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് മറ്റേ സ്റ്റീലിൻ്റെ ചിരട്ടപ്പുട്ടിൻ്റെ ഇത് കിട്ടുമല്ലോ, അതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഗ്യാസൊക്കെ ഒന്ന് തുടയ്ക്കാം. അങ്ങനെ തുടയ്ക്കുമ്പം തന്നെ ഒരു ഫ്രഷ് അല്ലേ. എനിക്ക് ഇങ്ങനെ ജസ്റ്റൊക്കെ തുടച്ചൊക്കെ ഇടുന്നത് ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് എപ്പോഴും തുടയ്ക്കാൻ പറ്റത്തില്ല. എപ്പോഴും തുടച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതുപോലെ തന്നെ ഇരിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ അങ്ങനെ നമുക്ക് പറ്റത്തില്ലല്ലോ, ഗ്യാസല്ലേ, നമ്മളെപ്പോഴാണെങ്കിലും ഉപയോഗിക്കുന്നതല്ലേ. ഇപ്പോൾ നമ്മൾ തുടച്ച് കഴിഞ്ഞ് മാറുമ്പോഴായിരിക്കും മീൻ വറുക്കുന്നത്. മീൻ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ അറിയാലോ എണ്ണയായി. അതുകൊണ്ട് എപ്പോഴും തുടച്ച് വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ഈ കഥ പറഞ്ഞതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഇതിൻ്റെ കുക്കറൊക്കെ കഴുകിയെടുത്തായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഗ്രീൻ പീസ് കുക്കറിലിട്ട് വെള്ളം ഒഴിച്ചു. പിന്നെ ഞാൻ ഇച്ചിരി ഉപ്പിട്ടായിരുന്നു, പിന്നെ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടുള്ളതെന്ന് തോന്നുന്നു, മഞ്ഞൾപ്പൊടി. അതിൻ്റെ ഞാൻ അത് കുറച്ചൊന്ന് ഇഞ്ചി ഇട്ടായിരുന്നു കേട്ടോ. ഒരു പീസ് ഇഞ്ചി എടുത്തായിരുന്നുള്ളൂ, ചെറിയൊരു പീസ്. അതിൽ ഞാൻ ഇച്ചിരി നമ്മുടെ കറിക്ക് ഇട്ടു. പിന്നെ കുറച്ച് ഞാൻ രാവിലെ തേയില ഇട്ടായിരുന്നേ. അപ്പോൾ തേയിലയ്ക്കും ഇട്ടു. പിന്നെ കുറച്ച് സവോള, അതായത് പകുതി സവോള കട്ട് ചെയ്തിരുന്നുണ്ടേ. പിന്നെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ജോലിക്കൊക്കെ താമസിച്ച് പോയാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ പയ്യെയാണ് ചെയ്യുന്നത്. പിന്നെ കുഞ്ഞിയും ഡോലും ഒന്നും എഴുന്നേറ്റില്ല, അവർ രണ്ടുപേരും ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പണിയൊന്ന് ഇച്ചിരി, രാവിലെ വലിയ പണിയില്ല, എല്ലാം നമ്മൾ വൈകുന്നേരമാണല്ലോ ചെയ്യുന്നത്. വൈകുന്നേരം മീൻ വറക്കാനുള്ളതൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പം രാവിലെ നമുക്ക് മീൻ വറക്കാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ മോരും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ രാവിലത്തെ മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പം എപ്പോഴും നമ്മൾ കറിയൊന്നും ഉണ്ടാക്കത്തില്ല. നിങ്ങൾ കുറേ ഷോർട്സൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കണം ഇല്ലേ, ഷോർട്സൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം കുഞ്ഞ് രാവിലെ ഇപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞങ്ങളിപ്പം ഹാളിലോട്ട് കൊണ്ട് ഞാൻ കടത്തും. അപ്പം ഹാള് തൂത്തിട്ട് 2-3 ദിവസമായി. എനിക്ക് പനിയൊക്കെ ആയിരുന്നു, നല്ല ചൂടൊക്കെ ആയിരുന്നു, ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പം തൂത്തിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞ് തൂക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഈ പാത്രമൊക്കെ കഴുകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് തന്നെ ഫുള്ള് ഈ ജോലിയൊക്കെ വേഗം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു വിശപ്പ് വരും. സാറേ, അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന സുഖം ആ വിശപ്പിനുണ്ട് അല്ലേ. അത് ജോലി ചെയ്യുന്നവർക്കും പിന്നെ രാവിലെ എഴുന്നേറ്റ് ഓടാൻ പോകുമ്പോഴും രാവിലെ എഴുന്നേറ്റ് ഫുഡ് കഴിക്കാൻ കുറച്ചും താമസിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ആ മഞ്ഞ് വീഴുന്ന സുഖത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യത്തെ വെള്ളം പോകുമ്പോൾ ആ സുഖം എൻ്റെ സാറേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഹാളിൽ വന്നേ. എന്നിട്ട് ഇത് സോഫയിലെ തുണിയും പിന്നെ കുഞ്ഞിൻ്റെ കുറേ കളിപ്പാട്ടും പ്ലേ മാറ്റും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പ്ലേ മാറ്റ് ഞാൻ മീഷോയിൽ നിന്ന് എടുത്താൽ കേട്ടോ. 600 രൂപ അങ്ങാണ്ടായിരുന്നേ. പിന്നെ ആദ്യം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പായില്ലേ, നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ അത് കാലുവേദനയ്ക്കോ എന്നൊക്കെ ഒരിത് കാരണം. പിന്നെ ഇപ്പോൾ കുറേ വാട്സപ്പിലും പോട്ടെ, യൂട്യൂബിലൊക്കെ കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചു കേട്ടോ. ഇപ്പോൾ വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു 1 മാസം ആകാറാകുന്നു. കുഴപ്പമില്ല, ഇതുവരെ കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാനാണെങ്കിൽ കതകിൻ്റെയൊക്കെ അവിടെ ചുക്കിലേക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ തൂത്തിട്ട് നമ്മൾ തുടയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് തുടച്ചെടുക്കാം, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും തൂത്തിട്ട് തുടയ്ക്കാൻ ശ്രമിക്കും, പറ്റുന്ന പോലെയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഞാനെല്ലാം വേഗം തൂത്തെല്ലാം തുടച്ച് മാറ്റുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുക്കളയും കൂടി ഒന്ന് തുടയ്ക്കും, ഹാളും അടുക്കളയും റൂമും. കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് ഹാളും അടുക്കളയുമാണ്. റൂം എപ്പോഴും ഉപയോഗിക്കില്ല ഞാൻ, അങ്ങനെ എപ്പോഴും റൂമില്ലല്ലോ. വൈകുന്നേരം മാത്രം നമ്മൾ റൂമിലോട്ട് ഇപ്പം പോകാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ചെടിക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. ചെടിയൊക്കെ കരിഞ്ഞു, എന്നാലും കുറച്ച് വെള്ളം ഒഴിച്ചു, ചിലതിനകത്തൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ചു. പണിയെല്ലാം ഒരുമാതിരി സെറ്റായപ്പോൾ 7:45. അപ്പം കുഞ്ഞിയും പപ്പയും കൂടെ കളിയിലാണ്.
കുഞ്ഞിയും പപ്പയും നല്ല കളിയിലാണ് കേട്ടോ. നമ്മളപ്പം ഇവിടെ നല്ല കൊതുകുണ്ട്. എല്ലായിടത്തും എങ്ങനെയാണ് കൊതുകുണ്ടോ? പിന്നെ നല്ല ചൂടുണ്ട് ഇപ്പോഴ്. എന്നാലും നമ്മൾ കുഞ്ഞിനെ നെറ്റ് ബെഡിലാണ് കിടത്തുന്നത്. അതുപോരാതെ മറ്റേ കട്ടിലിൽ വിരിക്കുന്ന കൊതുക് വലയുണ്ട് കൊതുക് വല നമുക്ക്. പക്ഷെ കൊതുക് വലയുടെ അകത്തൂടെ കയറി നമ്മളെ കൊതുക് കുത്തുന്നതുകൊണ്ടാണ് കുഞ്ഞിനെ അതിനകത്ത് നെറ്റ് ബെഡിലാണ് കിടത്തുന്നത്. എന്നാലും ഇടയ്ക്കൊക്കെ നെറ്റ് ബെഡിനകത്തും കൊതുക് കയറുന്ന കാണാം. എങ്ങനെയാണെന്നറിയത്തില്ല. പിന്നെ കുഞ്ഞിനെ രാവിലെ ഞാൻ തുടച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഫാൻ ഇട്ടപ്പം നമ്മുടെ തറയിൽ ഉണങ്ങിയായിരുന്നു. പിന്നെ പ്ലേ മാറ്റ് ഇട്ട് അവിടെ കുഞ്ഞിനെ കിടത്തി. പിന്നെ രാവിലെ 2 പട്ടിക്കുഞ്ഞുങ്ങൾ റോഡിന് കയറി വന്നു കേട്ടോ. അവർ ഇച്ചിരി ഇറങ്ങി പോവുകയും കയറി വരിക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ കുഞ്ഞിനെ അവിടെ കിടത്തി. പിന്നെ ഒരു പഴുത്ത പാവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിത്ത് കണ്ട് നല്ല രസമുണ്ടല്ലേ, നല്ല മഞ്ചാടിക്കുരു പോലെ ഉണ്ടല്ലേ. അപ്പോൾ അത് നമുക്ക് ചെടി കിളിപ്പിക്കാൻ വേണ്ടി ഉണക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്ന് നമ്മുടെ ഗ്രീൻ പീസ് വെന്തായിരുന്നു. പക്ഷെ 4 വിസിലേ അടിച്ചുള്ളായിരുന്നുള്ളൂ. ഒരു 2 വിസിലും കൂടി അടിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെന്തേനെ. കുറച്ച് ഞാൻ അതുകൊണ്ടൊന്ന് ഉടയ്ക്കേണ്ട വന്നു. അപ്പോൾ ഉടയ്ക്കുമ്പോൾ നമ്മുടെ കറിക്കൊരു തിക്ക് കറി പോലെ വരത്തില്ലേ, ചാറ് പോലെ അല്ലാതെ ഇച്ചിരി എന്താ പറയുക അതിന്, മനസ്സിലായല്ലോ അല്ലേ? അത് തന്നെ. പിന്നെ ഞാൻ പുട്ടുപൊടി അവിടെ ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് പൊലിക്കുന്ന പൊടി കുറച്ചെടുത്താൽ മതി കേട്ടോ. നമ്മളെപ്പോഴും എടുക്കുന്ന 2 ഗ്ലാസിൻ്റെ പുട്ടുപൊടി തന്നെ എടുത്താൽ കുറച്ച് നമുക്ക് അധികം കിട്ടുന്ന രീതിയിലാണ്. എനിക്ക് തോന്നുന്നു അരി ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ ഗ്രീൻ പീസ് കറി ശരിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ മത്തിയൊക്കെ വറക്കാനിടുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വരെ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. ഓരോന്ന് പറയാനായിട്ട് എങ്ങനെയാണ്, ചിലപ്പം ഉപ്പില്ല അങ്ങനെയൊക്കെ ഓരോ പറയാനായിട്ടൊക്കെ വന്നതാണ് ഡിറ്റക്റ്റീവ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുഞ്ഞ് എണീക്കോ, പിന്നെ അങ്ങ് തിരക്കായി. പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റാ.